ഹലോ, ടോംസ് ടാർഗറ്റിന്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ നിക്ഷേപകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആദ്യമായി എടുക്കുന്നത് IOC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. ഇത് 1959 സ്ഥാപിതമാണ്. ഇതിന്റെ ഇക്വിറ്റി ക്യാപിറ്റൽ മൂലധനം 13,772 കോടി രൂപയാണ്. ഫേസ് വാല്യൂ മുഖവില ഓഹരി ഒന്നിന് 10 രൂപ. 52 വീക്ക് ഹൈ 174 രൂപയും ലോ 111 രൂപയുമാണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് 169 രൂപയാണ്. ഇത് 52 വീക്ക് ഹൈയിൽ നിന്നും 2.87% താഴ്ന്ന നിലവാരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി ഇതിന്റെ പ്രോഡക്ട്സ് അല്ലെങ്കിൽ സേവനങ്ങൾ: റിഫൈനിങ്, പൈപ്പ്ലൈൻ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് മാർക്കറ്റിംഗ് പെട്രോളിയം പ്രോഡക്ട്സ്, എക്സ്പ്ലോറേഷൻ ഓഫ് നാച്ചുറൽ ഗ്യാസ്, പ്രൊഡക്ഷൻ ഓഫ് പെട്രോകെമിക്കൽസ്. ഇനി നമുക്ക് ഷെയർ ഹോൾഡിംഗ് പാറ്റേണിലേക്ക് കടക്കാം. പ്രൊമോട്ടേഴ്സിന്റെ കൈവശം 51.50% ഓഹരികളുണ്ട്. തുടർന്ന് വിദേശ നിക്ഷേപകരുടെ കൈവശം 7.69%, സ്വദേശ നിക്ഷേപകരുടെ കൈവശം, സ്ഥാപനങ്ങളുടെ കൈവശം 10.42%, പൊതുജനങ്ങളായ നമ്മളുടെ പബ്ലിക്കിന്റെ കൈവശം 10.81%, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കൈവശം 19.57% ഷെയറുകളുണ്ട്. ആകെ ഷെയർ ഹോൾഡേഴ്സിന്റെ എണ്ണം ഏകദേശം 29,75,600 ആണ്. ഇനി നമുക്ക് ക്വാർട്ടർലി റിസൾട്ടിലേക്ക് കടക്കാം. 2024 സെപ്റ്റംബറിൽ റവന്യൂ 1,74,976 കോടി രൂപയാണ്. 2025 സെപ്റ്റംബറിൽ റവന്യൂ 1,78,628 കോടി രൂപയും. കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഈ വർഷം 2.09% വളർച്ച കാണിക്കുന്നുണ്ട്. ഇനി നെറ്റ് പ്രോഫിറ്റിലേക്ക്. കഴിഞ്ഞ വർഷം 2024 സെപ്റ്റംബറിൽ കമ്പനി നഷ്ടത്തിലായിരുന്നു, 449 കോടി രൂപ നഷ്ടത്തിലാണ്. എന്നാൽ ഈ വർഷം 2025 സെപ്റ്റംബർ ആയപ്പോഴേക്കും 8,191 കോടി രൂപയുടെ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഈ വർഷം 1,924.28% വളർച്ച കാണിക്കുന്നുണ്ട്. നഷ്ടത്തിൽ നിന്നും കയറി വന്നതുകൊണ്ടാണ് ഇത്ര വലിയൊരു ശതമാനം കാണിക്കുന്നത്. ഈ ഒരു വർഷത്തിനുള്ളിൽ IOCയുടെ ടാർഗറ്റ് പ്രൈസ് 263 രൂപയിൽ എത്തിയേക്കാമെന്ന് കരുതുന്നു. അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് പാരാദീപ് ഫോസ്ഫേറ്റ് ലിമിറ്റഡ് ആണ്. ഇത് 1981 സ്ഥാപിതമാണ്. ഇതിന്റെ ഇക്വിറ്റി ക്യാപിറ്റൽ മൂലധനം 816 കോടി രൂപയാണ്. മുഖവില ഫേസ് വാല്യൂ ഓഹരി ഒന്നിന് 10 രൂപ. 52 വീക്ക് ഹൈ 234 രൂപയും ലോ 83 രൂപയുമാണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് 159 രൂപയാണ്. ഇത് 52 വീക്ക് ഹൈയിൽ നിന്നും 32.05% താഴ്ന്ന നിലവാരം പുലർത്തുന്നു. പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഇതിന്റെ സേവനങ്ങൾ: മാനുഫാക്ചറിംഗ്, ട്രേഡിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നോൺ യൂറിയ ഫെർട്ടിലൈസേഴ്സ്, കോംപ്ലക്സ് ഫെർട്ടിലൈസേഴ്സ് ലൈക്ക് DAP, NPK, ഫോസ്ഫോ ജിപ്സം, ഹൈഡ്രോഫ്ലൂറോ സിലിസിക് ആസിഡ് എക്സെട്ര. ഇനി ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ. പ്രൊമോട്ടേഴ്സിന്റെ കൈവശം 57.20%, വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ കൈവശം 15%, സ്വദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ കൈവശം 14.56%, പബ്ലിക്കിന്റെ കൈവശം 13.21% ഓഹരികളുണ്ട്. ആകെ ഷെയർ ഹോൾഡേഴ്സിന്റെ എണ്ണം 2,94,300 ആണ് ഏകദേശം. ഇനി ക്വാർട്ടർലി റിസൾട്ട്. 2024 സെപ്റ്റംബറിൽ റവന്യൂ 4,619 കോടി രൂപ. 2025 സെപ്റ്റംബറിൽ റവന്യൂ 6,872 കോടി രൂപ. കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഈ വർഷം 48.78% വളർച്ച കാണിക്കുന്നു. ഇനി നെറ്റ് പ്രോഫിറ്റിലേക്ക് കടക്കാം. നെറ്റ് പ്രോഫിറ്റ് 2024 സെപ്റ്റംബറിൽ 255 കോടി രൂപയായിരുന്നു. ഈ വർഷം 2025 സെപ്റ്റംബറിൽ നെറ്റ് പ്രോഫിറ്റ് 342 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഈ വർഷം 34.12% വളർച്ച കാണിക്കുന്നുണ്ട്. വളരെ നല്ലൊരു വളർച്ചയാണ്.
ഒരു വർഷത്തിനുള്ളിൽ പാരാദീപ് ഫോസ്ഫേറ്റ് ലിമിറ്റഡിന് വരാവുന്ന ടാർഗറ്റ് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത് 317 രൂപയാണ്. അവസാനമായിട്ട് BSE ലിമിറ്റഡ്, BSE എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തന്നെയാണ്. ഇത് 150 വർഷം മുമ്പ് സ്ഥാപിതമായതാണെങ്കിലും അന്ന് പ്രൈവറ്റ് മേഖലയിലായിരുന്നു. എന്നാൽ 2017 പൊതുജനങ്ങൾക്ക് കൂടി ഓഹരി പങ്കാളിത്തം കൊടുത്ത് അതൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയത്. ഇതിന്റെ ഇക്വിറ്റി ക്യാപിറ്റൽ മൂലധനം 81 കോടി രൂപയാണ്. ഫേസ് വാല്യൂ മുഖവില 2 രൂപയാണ്. 52 വീക്ക് ഹൈ 3030 രൂപയും ലോ 1227 രൂപയുമാണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് വില 2897 രൂപയാണ്. 52 ഹൈയിൽ നിന്നും 4.39% താഴ്ന്ന നിലവാരം കാണിക്കുന്നു. ഇതിന്റെ പ്രോഡക്ട്സ് നമുക്കറിയാം, ഇതിന് ഉൽപ്പന്നമായിട്ടൊന്നുമില്ല, സർവീസ് മാത്രമേ ഉള്ളൂ. ട്രേഡിംഗ് ഓഫ് ഇക്വിറ്റി, കറൻസി, ഡെറിവേറ്റീവ്സ്, മ്യൂച്വൽ ഫണ്ട്സ് എക്സെട്ര മുതലായവ വ്യാപാരം ചെയ്യുന്നതിനുള്ള സഹായ സഹകരണങ്ങളാണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നടത്തിത്തരുന്നത്. ഇനി ഷെയർ ഹോൾഡിംഗ് പാറ്റേണിലേക്ക് പോവാം. പ്രൊമോട്ടേഴ്സ്. ആദ്യകാല പ്രൊമോട്ടേഴ്സിന് ഇതിലിപ്പോൾ ഓഹരികളൊന്നുമില്ല. ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് 0.09% ഓഹരികളുണ്ട്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് 16.25%, സ്വദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് 19.91%, പബ്ലിക്കിന് 63.76% ഓഹരികളാണ്. ആകെ ഷെയർ ഹോൾഡേഴ്സിന്റെ എണ്ണം ഏകദേശം 12,91,800 ആണ്. ഇനി പാദവാർഷിക റിപ്പോർട്ടിലേക്ക് കടക്കാം. ക്വാർട്ടർലി റിസൾട്ട്. 2024 സെപ്റ്റംബറിൽ റവന്യൂ 813 കോടി രൂപയായിരുന്നു. 2025 സെപ്റ്റംബറിൽ ഈ വർഷം റവന്യൂ 1068 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഈ വർഷം 31.37% വളർച്ച കാണിക്കുന്നുണ്ട്. ഇനി നെറ്റ് പ്രോഫിറ്റിലേക്ക്. 2024 സെപ്റ്റംബറിൽ നെറ്റ് പ്രോഫിറ്റ് ലാഭം 346 കോടി രൂപയായിരുന്നു. ഈ വർഷം 2025 സെപ്റ്റംബറിലെ ക്വാർട്ടർലി റിസൾട്ടിൽ 557 കോടി രൂപ ലാഭം കാണിക്കുന്നു. ഇത് കഴിഞ്ഞ വർഷത്തിൽ നിന്നും 60.98% വളർച്ച കാണിക്കുന്നു. വളരെ നല്ലൊരു വളർച്ചയാണ്. ഒരു വർഷത്തിനുള്ളിൽ BSE ലിമിറ്റഡ് കമ്പനിയുടെ ഓഹരികൾക്ക് വരാവുന്ന പരമാവധി പ്രൈസ് ടാർഗറ്റ് വില 3607 രൂപയെന്ന് കണക്കാക്കപ്പെടുന്നു. എന്നെ ശ്രവിച്ച എല്ലാ നിക്ഷേപകർക്കും അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണുന്നതുവരെ ശുഭാശംസകൾ, വിജയാശംസകൾ.